ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അങ്ങനെ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്നു. ചെന്നൈയുടെ മറീന അരീനയിൽ ഇതുവരെ ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ കഴിയാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒടുവിൽ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. 1-3 ഗോളുകൾക്കാണ് ചെന്നൈയെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ മികച്ച പ്രകടനം നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ താരങ്ങളായ ജീസസ് ജിമിനസ്, അതുപോലെ തന്നെ കോമെ പെപ്ര, കോറോ സിംഗ് എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. 3 മാറ്റങ്ങളായിരുന്നു പരിശീലകനായ TGP സ്റ്റാർട്ടിംഗ് 11-ൽ നടത്തിയിരുന്നത്. നോവയും വിപിനും ഫ്രെഡിയും സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നില്ല. പകരം പെപ്ര, അമാവിയ, ഡാനിഷ് എന്നിവരായിരുന്നു സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം കണ്ടെത്തിയിരുന്നത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ജീസസ് ജിമിനസിലൂടെ ലീഡ് സ്വന്തമാക്കിയിരുന്നു. കോറുയുടെ ഒരു ശ്രമഫലമായി കൊണ്ട് ജീസസിന് ബോക്സിനകത്ത് വെച്ചുകൊണ്ട് ഒരു പന്ത് ലഭിക്കുകയായിരുന്നു. അത് വളരെ മനോഹരമായി കൊണ്ട് ഫിനിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ 2ാമത്തെ മിനിറ്റിൽ തന്നെ ലീഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. കൂടാതെ ആദ്യ പകുതിയിൽ ജീസസിന് മറ്റൊരു സുവർണാവസരം ലഭിച്ചിരുന്നു. പക്ഷെ അത് അവരുടെ ഗോൾ കീപ്പറായ നവാസ് രക്ഷപ്പെടുത്തി. ഇതിനുശേഷം സച്ചിൻ സുരേഷ് 1-2 മികച്ച സേവുകൾ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. 36ാമത്തെ മിനിറ്റിലാണ് നിർണായകമായ ഒരു സംഭവം അരങ്ങേറിയത്. അതായത് ചെന്നൈയുടെ സൂപ്പർ താരമായ വിൽമർ ജോർദന് സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിക്കുകയായിരുന്നു. മിലോസിനെ തള്ളി വീഴ്ത്തിയതിനാണ് ജോർദന് റെഡ് കാർഡ് ലഭിച്ചത്. തുടർന്ന് ആദ്യ പകുതിയിൽ തന്നെ അവർ 10 പേരായി കൊണ്ട് ചുരുങ്ങുകയായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുന്നാണ് കോറു സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ് വർദ്ധിപ്പിച്ചത്. പെപ്രയും ലൂണയും ചേർന്നുകൊണ്ട് നടത്തിയ ആ ഒരു മുന്നേറ്റം കോറുവിലെത്തി. അദ്ദേഹത്തിന്റെ ഷോട്ട് നവാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വലയിൽ പതിക്കുകയായിരുന്നു. മത്സരത്തിന്റെ 56ാമത്തെ മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3ാമത്തെ ഗോൾ നേടുകയായിരുന്നു. ലൂണയുടെ അസിസ്റ്റിൽ നിന്ന് പെപ്ര ഒരു ഫസ്റ്റ് ടച്ചിലൂടെ ഗോൾ കണ്ടെത്തുകയായിരുന്നു. ഒരു ഫസ്റ്റ് ടൈം ടച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പിന്നീട് മത്സരത്തിന്റെ 90ാം മിനിറ്റിൽ ചെന്നൈ ഒരു ഗോൾ തിരിച്ചടിച്ചു. ഇർഫാന്റെ അസിസ്റ്റിൽ നിന്നും വിൻസി ബരാറ്റയാണ് ആ ഒരു ഗോൾ നേടിയത്. പക്ഷെ അതൊന്നും മതിയാകുമായിരുന്നില്ല. 1-3 ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചെന്നൈയിൻ FCയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ചെന്നൈയുടെ മൈതാനത്ത് ആദ്യ വിജയം കരസ്ഥമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് അഡ്രിയാൻ ലൂണയാണ്. 2 അസിസ്റ്റുകൾ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ക്യാപ്റ്റന് കഴിഞ്ഞിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.